നമുക്കൊരാളെ പരിചയപ്പെടാം. ഒരാളെ ബസ്സിൽ വെച്ചോ ട്രെയിനിൽ വെച്ചോ അല്ലെങ്കിൽ ബസ് സ്റ്റേഷനിൽ വെച്ച് അല്ലെങ്കിൽ വെറുതെ നടന്നു പോകുമ്പോൾ ഒരാളെ കണ്ടു, അയാളെ ഒന്ന് പരിചയപ്പെടണം. അയാൾക്കാണെങ്കിലോ മലയാളം അറിയില്ല. അപ്പോൾ എന്തു ചെയ്യും? ഇംഗ്ലീഷ് അറിയാവുന്ന ആളാണെങ്കിൽ, ഇംഗ്ലീഷ് ചോദിക്കുമ്പോൾ അറിയാം ഇംഗ്ലീഷ് അറിയാമോ ഇല്ലയെന്ന്. അപ്പോൾ ഇംഗ്ലീഷ് അറിയാവുന്ന ആളാണെങ്കിൽ അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടാം വെറും 10 ചോദ്യങ്ങൾ ചോദിക്കുന്നതിലൂടെ. ഏതാണ് ഈ 10 ചോദ്യങ്ങൾ? 1, പേര്. 2, എവിടെ നിന്നാണ് വരുന്നത്, അയാളുടെ എവിടെയാണ് വീട്. 3, എത്ര വയസ്സായി. അതെല്ലാവരോടൊന്നും കയറി ചോദിച്ചേക്കരുത്, എങ്കിലും സാധാരണ രീതിയിൽ നമ്മളിപ്പോൾ ഇൻ്റർവ്യൂക്ക് ആണെങ്കിൽ ചോദിക്കണമല്ലോ, പ്രായം. പിന്നെ 4ാമത് ചോദിക്കാം, എന്താണ് ജോലി, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്, അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. 5ാമത് ചോദിക്കാം നമുക്ക് വിദ്യാഭ്യാസ യോഗ്യത എന്താണ്, വിദ്യാഭ്യാസ യോഗ്യത എന്താണ്. 6ാമത് ചോദിക്കാം വീട്ടിൽ ആരൊക്കെയുണ്ട്. 7ാമത് ചോദിക്കാം എന്തൊക്കെയാ ഇഷ്ടമുള്ള കാര്യങ്ങൾ. 8ാമത് ചോദിക്കാം ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്. 9ാമത് ചോദിക്കാം പ്രത്യേക ഹോബി അല്ലെങ്കിൽ ഹാബിറ്റ് എന്തെങ്കിലും ഉണ്ടോ. 10ാമതായിട്ട് നമുക്ക് ചോദിക്കാവുന്ന ചോദ്യമാണ് എന്താണ് സ്വപ്നം, എന്താണ് ജീവിത ലക്ഷ്യം, ഈ ജീവിതം കൊണ്ട് എന്ത് നേടാനാണ് ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ ഉള്ള 10 ചോദ്യങ്ങളാണ് നമുക്ക് ചോദിക്കേണ്ടത്. നമുക്ക് തുടങ്ങാം. ശരി, ആദ്യമായിട്ട് നമുക്ക് ചോദിക്കാം എന്താണ് താങ്കളുടെ നാമധേയം. ചേട്ടൻ്റെ പേരെന്നേട്ടാ, അല്ലെങ്കിൽ മോൻ്റെ പേരെന്തെന്നാ, സാറിൻ്റെ പേരെന്താ സാറേ, മാഡത്തിൻ്റെ പേരെന്താ മാഡം, ചേച്ചിയുടെ പേരെന്നാ ചേച്ചി, മോളുടെ പേരെന്താ. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. താങ്കളുടെ പേരെന്താണ്, ഇങ്ങനെയാണ് നമുക്ക് ചോദിക്കേണ്ടത്. അപ്പോൾ സ്കൂൾ കാലം മുതലേ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് വാട്ട് ഈസ് യുവർ നെയിം. വാട്ട് ഈസ് യുവർ നെയിം. നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് വാട്ട് ഈസ് യുവർ നെയിം എന്നാണ്. അങ്ങനെയല്ല ഉച്ചരിക്കേണ്ടത്. ഈ വാട്ട് എന്ന് പറയുന്ന വാക്കിൻ്റെ ആദ്യ അക്ഷരം W ആണ്. W. ഈ W വന്നു കഴിഞ്ഞാൽ ചുണ്ട് O പോലെ ആവണം. അപ്പോൾ W എന്നുള്ള വാക്ക്, W ചേർന്നുള്ള വാക്ക് എവിടെ കണ്ടാലും ചുണ്ട് നമ്മൾ O പോലെ ആക്കിയിട്ടേ പറയാവൂ. അപ്പോൾ WHAT എങ്ങനെ വായിക്കും? വാട്ട്. WHEN when. WHERE where. WHY why. അപ്പോൾ ഇവിടെ നമുക്കുള്ളത് വാക്കാണ് വാട്ട്. വാട്ട് ഈസ് യുവർ നെയിം. ആ ഈസും വോട്ടും കൂടി നമുക്കൊന്ന് ജോയിൻ ചെയ്യാം. അപ്പോൾ എങ്ങനെയാവും? വാട്ട്സ് യുവർ നെയിം. വാട്ട്സ് യുവർ നെയിം സർ. വാട്ട്സ് യുവർ നെയിം മാഡം. വാട്ട്സ് യുവർ നെയിം. വാട്ട്സ് യുവർ നെയിം. ഒരു പരിചയമില്ലാത്ത ആളോട് കയറി വാട്ട്സ് യുവർ നെയിം എന്നൊന്നും ചോദിച്ചേക്കരുത്. കാരണം വാട്ട്സ് യുവർ നെയിം എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു അധികാര സ്വരമുണ്ട്. ഒരു പരിചയമില്ലാത്ത ഒരാൾ, അടുത്തിരിക്കുന്ന ആളോട് വാട്ട്സ് യുവർ നെയിം എന്ന് ചോദിക്കുമ്പോൾ അയാൾ ചോദിക്കും വൈ, എന്തിനാ ചോദിച്ചേ, വൈ ഡു യു വാണ്ട് ടു നോ മൈ നെയിം എന്ന് തിരിച്ച് ചോദിക്കും. അപ്പോൾ എന്ത് ചെയ്യണം? അദ്ദേഹത്തോട് മറ്റെന്തെങ്കിലുമൊക്കെ ചോദിക്കുന്ന രീതിയിൽ വേണം ചോദിക്കാൻ. എക്സ്ക്യൂസ് മീ സർ, മേ ഐ നോ യുവർ നെയിം. മേ ഐ നോ യുവർ നെയിം സർ. അങ്ങനെ ചോദിച്ചാലോ ഭംഗിയായി. അപ്പോൾ അദ്ദേഹം ചോദിക്കും ഫോർ വാട്ട് പർപ്പസ്, എന്ത് കാര്യത്തിനാണ്, ഫോർ വാട്ട്. അപ്പോൾ നമ്മൾ പറയും ജസ്റ്റ് വി ആർ ട്രാവലിംഗ് ടുഗെദർ, നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്യല്ലേ, വി ആർ ട്രാവലിംഗ് ടുഗെദർ ഓൺലി ടു അക്വൈൻറ്റ് യു, ഒന്ന് പരിചയപ്പെടാനാണ്. ഓൺലി ടു അക്വൈൻറ്റ്, ACQUAINT, അക്വൈൻറ്റ് യു, ഓൺലി ടു അക്വൈൻറ്റ് യു സർ. ഓൾ റൈറ്റ്. അപ്പോൾ അദ്ദേഹം പേര് പറയും. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ചോദിച്ചത്? മേ ഐ നോ യുവർ നെയിം എന്ന് ചോദിക്കാം. പിന്നെ നമുക്ക് ചോദിക്കാം ക്യാൻ യു ടെൽ മീ യുവർ നെയിം സർ, ക്യാൻ യു ടെൽ മീ യുവർ നെയിം മാഡം. അങ്ങനെ ചോദിക്കാം. കൊച്ചു കുട്ടികളോടൊക്കെ ആണെങ്കിലോ ടെൽ മീ യുവർ നെയിം ബേബി, ടെൽ മീ യുവർ നെയിം, പ്ലീസ് ടെൽ മീ യുവർ നെയിം ബേബി. ഒന്ന് പറമോളൂ, പേരൊന്ന് പറഞ്ഞേ, പ്ലീസ് ടെൽ മീ യുവർ നെയിം. അങ്ങനെ പറയാം. പിന്നെ എങ്ങനെ പറയും? യുവർ നെയിം പ്ലീസ് സർ. ഏറ്റവും സിമ്പിളായിട്ട് ഏറ്റവും ഭംഗിയായിട്ട് ചോദിക്കുന്നതാണ് യുവർ നെയിം പ്ലീസ് എന്ന് ചോദിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഇൻറ്റിമസി ആദ്യമേ ക്രിയേറ്റ് ചെയ്യണം, എങ്കിലേ അങ്ങനെ ചോദിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ചോദിച്ചു യുവർ നെയിം പ്ലീസ്, മേ ഐ നോ യുവർ നെയിം,
tell me your name. Please tell me your name. If you don't mind, can you tell me your name? If you don't mind. If you don't mind. താങ്കൾക്ക് വിരോധമില്ലെങ്കിൽ ഇഫ് യു ഡോണ്ട് മൈൻഡ് ക്യാൻ യു ടെൽ മീ യുവർ നെയിം. ഇങ്ങനെയൊക്കെ നമുക്ക് പറയാവുന്നതാണ്. പിന്നെ ഇന്ത്യക്കാരുടെ ഒരു സ്റ്റൈലാണ്. ഹിന്ദിയിൽ ചോദിക്കുകയാണെങ്കിൽ ആപ്ക ശുഭനാം ക്യാ ഹെ എന്ന് ചോദിക്കാം. ആപ്ക ശുഭനാം ക്യാ ഹെ എന്ന് ചോദിക്കാം. അപ്പോൾ ഈ ശുഭനാമിൻ്റെ ഇംഗ്ലീഷ് ഡയറക്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് യുവർ ഗുഡ് നെയിം പ്ലീസ് എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. മിക്കവാറും ആളുകൾ അങ്ങനെ ചോദിക്കുക, യുവർ ഗുഡ് നെയിം പ്ലീസ് എന്നാണ് ചോദിക്കുക. പക്ഷേ അത് യഥാർത്ഥത്തിലൊരു ഇംഗ്ലീഷ് ശൈലിയേ അല്ല. നമ്മളങ്ങനെ ചോദിക്കേണ്ട. ചോദിച്ചാൽ തെറ്റൊന്നുമില്ല, പക്ഷേ ഇംഗ്ലീഷുകാർക്ക് ചിലപ്പോൾ മനസ്സിലായില്ലെങ്കിലോ. അപ്പോൾ നമുക്ക് യുവർ നെയിം പ്ലീസ് എന്ന് മാത്രം ചോദിച്ചാൽ മതി. യുവർ ഗുഡ് നെയിം പ്ലീസ് തെറ്റാണോ? തെറ്റല്ല, പക്ഷേ അതിനൊരു ഗുഡിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ യുവർ ഗുഡ് നെയിം പ്ലീസ് എന്ന് ചോദിക്കുമ്പോൾ അറിയാതെ മൈ ഗുഡ് നെയിം ഈസ് എന്ന് പറയും. മൈ ഗുഡ് നെയിം ഈസ് സുനിൽ. അത് മോശമല്ലേ അങ്ങനെ പറയുന്നത്? അപ്പോൾ അതുകൊണ്ട് യുവർ നെയിം പ്ലീസ് എന്ന് മാത്രം ചോദിക്കുക. വാട്ട്സ് യുവർ നെയിം, വാട്ട്സ് യുവർ നെയിം എന്ന ചോദ്യം പരമാവധി കുറച്ച് ചോദിക്കുക. അധികാരസ്വരം ആർക്കും ഇഷ്ടമല്ലാത്തത് കൊണ്ട്. ഓക്കെ, ഇനി നമുക്കറിയേണ്ടത് എവിടെ നിന്നാണ് ഇദ്ദേഹം വരുന്നത് എന്നാണ്. എവിടെ നിന്നാണ് വരുന്നത്? അത് പല രീതിയിൽ ചോദിക്കാം. ഇപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യമേ ഓടി വന്ന ചോദ്യമാണ് വേർ ആർ യു കമ്മിങ് ഫ്രം. ഞാൻ പറയുന്നു ആ ചോദ്യം ചോദിക്കാൻ പാടില്ല. വേർ ആർ യു കമ്മിങ് ഫ്രം. അപ്പോൾ അദ്ദേഹം എടുത്ത പോയാൽ ചിലപ്പോൾ പറയും ഐ ആം കമ്മിങ് ഫ്രം ദ സ്റ്റാഫ് റൂം, ഐ ആം കമ്മിങ് ഫ്രം മൈ ഹൗസ്, ഐ ആം കമ്മിങ് ഫ്രം ദ ടോയ്ലറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ചമ്മിപ്പോവും. അപ്പോൾ എന്ത് ചെയ്യണം? വേർ ആർ യു കമ്മിങ് ഫ്രം എന്ന് ചോദിക്കുന്നതിന് പോലെ ആ കമ്മിങ് അങ്ങ് അവോയ്ഡ് ചെയ്തിട്ട് എന്ത് ചോദിക്കണം? വേർ ആർ യു ഫ്രം സർ. വേർ ആർ യു ഫ്രം. കമ്മിങ് വേണ്ട. കമ്മിങ് വന്നു കഴിഞ്ഞാലാണല്ലോ പ്രശ്നം. അപ്പോൾ കമ്മിങ് ഇല്ലാതെ നമുക്ക് ചോദിക്കാം എവിടെ നിന്ന് വരുന്നു. വേർ ആർ യു ഫ്രം. എവിടെ നിന്നാണ് താങ്കൾ? എവിടെ നിന്നാണ്? ഐ ആം ഫ്രം റഷ്യ, ഐ ആം ഫ്രം ബോംബെ, ഐ ആം ഫ്രം ഡൽഹി, ഐ ആം ഫ്രം ചെന്നൈ, ഐ ആം ഫ്രം കൊൽക്കത്ത, ഐ ആം ഫ്രം USA, ഐ ആം ഫ്രം ഓസ്ട്രേലിയ എന്നൊക്കെ പറയും. വേർ ആർ യു ഫ്രം. അതേ ചോദ്യം നമുക്ക് വേറെ രീതിയിൽ ചോദിക്കാം. വേർ ഡു യു കം ഫ്രം. വേർ ആർ യു കമ്മിങ് ഫ്രം എന്നല്ല, ഡു ചേർത്ത് ചോദിക്കാം. വേർ ഡു യു കം ഫ്രം. വേർ ഡു യു കം ഫ്രം സർ. വേർ ഡു യു കം ഫ്രം സർ. അങ്ങനെ ചോദിക്കാം. വേർ ഡു യു കം ഫ്രം മാഡം. വേർ ഡു യു കം ഫ്രം മാം. വേർ ഡു യു കം ഫ്രം ഡിയർ. വേർ ആർ യു ഫ്രം. വേർ ഡു യു കം ഫ്രം. Where is your house? Where's your house? Where is your house? Where's your house? Which is your hometown? Which is your hometown? Hometown നാട്. Which is your hometown? ഇതൊക്കെ നമുക്ക് ചോദിക്കാം. ഓക്കെ, അടുത്ത നമുക്ക് ചോദിക്കാം. നമ്മൾ പ്ലാൻ ഇട്ട സാധനമാണ് പ്രായം എത്രയെന്ന്, വയസ്സ് എത്രയെന്ന്. അങ്ങനെ ചോദിക്കാൻ പാടില്ല. ഒരു ആരോട് ചോദിച്ചാലും നുണയെ പറയുള്ളൂ. പിന്നെ അങ്ങനെ ചോദിക്കുന്ന ആൾക്കാർക്ക് ഇഷ്ടവുമല്ല. എന്നിരുന്നാലും ഹവെവർ ഇൻ്റർവ്യൂവിലൊക്കെ ചോദിക്കേണ്ടി വരും. ഇസ്ൻ്റ് ഇറ്റ്? സോ വി ക്യാൻ ആസ്ക് ലൈക്ക് ദാറ്റ്. ഹൗ ഓൾഡ് ആർ യു. ഹൗ ഓൾഡ്, എന്ത് പ്രായം. ഹൗ ഓൾഡ് ആർ യു. വേറെ രീതി ചോദിക്കാം. വാട്ട്സ് യുവർ ഏജ്. വാട്ട്സ് യുവർ ഏജ്. പ്രായം എന്തായി. ഹൗ ഓൾഡ് ആർ യു. വാട്ട്സ് യുവർ ഏജ്. അങ്ങനെ ചോദിക്കാം. ഓക്കെ, ഇനി നാലാമത് നമ്മൾ പറഞ്ഞ കാര്യം എന്തായിരുന്നു? ജോലി എന്താണെന്ന് അല്ലേ. അപ്പോൾ നമുക്ക് ചോദിക്കാം വാട്ട്സ് യുവർ ജോബ്. വാട്ട് ഈസ് യുവർ ജോബ്. വാട്ട്സ് യുവർ ജോബ്. വാട്ട്സ് യുവർ ജോബ്. JOB, job. What's your work? What's your work? What's your occupation? വളരെ ഭംഗിയായിട്ടുള്ള ചോദ്യമാണ്. What's your occupation? OCCUPATION. Occupation. What's your occupation? അങ്ങനെ ചോദിക്കാം. What do you do? അങ്ങനെയും ചോദിക്കാം. What are you doing now? എന്ന് ചോദിക്കാൻ പാടില്ല. ഓക്കെ, വാട്ട് ആർ യു ഡൂയിങ് എന്ന് ചോദിച്ചാൽ ഐ ആം റീഡിങ് എന്ന് പറയും. ഐ ആം ട്രാവലിംഗ് എന്ന് പറയും. ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാനിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയും. അപ്പോൾ സ്ഥിരമായി ഉള്ള കാര്യമാണ് എന്ത് ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ സ്ഥിരമായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാൻ ഡു തന്നെ വേണം. അപ്പോൾ എങ്ങനെ ചോദിക്കും? വേർ ഡു യു ഗോ. എവിടെ പോകുന്നു. വേർ ഡു യു കം ഫ്രം. എവിടെ നിന്ന് വരുന്നു എന്നതുപോലെ ഇവിടെ നമുക്ക് എങ്ങനെ ചോദിക്കാം? വാട്ട് ഡു യു ഡു. എന്ത് ചെയ്യുന്നു. ഓക്കെ, അടുത്ത എന്തായിരുന്നു?
എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ചോദിക്കണം. എന്താണ് വിദ്യാഭ്യാസ യോഗ്യത? എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. അതെങ്ങനെ ചോദിക്കും? വാട്ട്സ് യുവർ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ സർ? വാട്ട്സ് യുവർ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ സർ? അങ്ങനെ തന്നെ ചോദിക്കണം, അല്ല പിന്നെ എങ്ങനെ ചോദിക്കുക? വാട്ട്സ് യുവർ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ സർ? ഇപ്പോൾ ആദ്യമേ മുമ്പിലത്തെ ചോദ്യത്തെ തൊട്ട് മുമ്പിൽ ചോദിച്ച ചോദ്യം വാട്ട്സ് യുവർ ഒക്യുപ്പേഷൻ എന്ന് ചോദിച്ചു. അപ്പോൾ ആ കുട്ടി മറുപടി പറഞ്ഞു ഞാനൊരു വിദ്യാർത്ഥിയാണ്, ഐ എം എ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞു. അന്നേരം ആ കുട്ടിയോട് നമുക്ക് ചോദിക്കാൻ പറ്റുമോ വാട്ട്സ് യുവർ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന്? കാരണം ആ കുട്ടിക്ക് ക്വാളിഫിക്കേഷൻ ആയിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന് ചോദിക്കണം, വേണ്ടേ? അപ്പോൾ എങ്ങനെ ചോദിക്കും അത്? വിച്ച് ക്ലാസ് ആർ യു സ്റ്റഡിയിങ് ഇൻ? വിച്ച് ക്ലാസ് ആർ യു സ്റ്റഡിയിങ് ഇൻ? വിച്ച് ക്ലാസ് ആർ യു സ്റ്റഡിയിങ് ഇൻ ബേബി? ഏത് ക്ലാസ്സിലാണ് മോനെ പഠിക്കുന്നത്? വിച്ച് ക്ലാസ് ആർ യു സ്റ്റഡിയിങ് ഇൻ എന്ന് ചോദിക്കാം. ജോലിയുള്ള ആളോടാണെങ്കിൽ വാട്ട്സ് യുവർ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. വിദ്യാർത്ഥികളോടാണെങ്കിൽ വിച്ച് ക്ലാസ് ആർ യു സ്റ്റഡിയിങ് ഇൻ. അതേസമയം ഇനിയിപ്പോൾ കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിയോടാണെങ്കിൽ ക്ലാസ് ഒന്നും ചോദിച്ചാൽ ഇഷ്ടപ്പെടില്ല, ഇത്രയും കൂടി പക്വതയായില്ലേ. അപ്പോൾ നമുക്ക് ചോദിക്കാം വാട്ട് ആർ യു സ്റ്റഡിയിങ്? വാട്ട് ആർ യു സ്റ്റഡിയിങ് നൗ? വാട്ട് ഡു യു സ്റ്റഡി? വാട്ട് ആർ യു സ്റ്റഡിയിങ്? അത് രണ്ടും നമുക്ക് ചോദിക്കാം ഈ കാര്യത്തിൽ. കാരണം ഇപ്പോൾ സ്ഥിരമായിട്ടാണെങ്കിലും അത് നിന്ന് പോകാനുള്ള സാധ്യതയുണ്ട് പഠനം, അത് തീരുമല്ലോ. അപ്പോൾ നമുക്ക് വാട്ട് ആർ യു സ്റ്റഡിയിങ് എന്ന് ചോദിക്കാം. അതൊരു ജീവിതകാലം മുഴുവൻ നടക്കുന്നൊരു കാര്യമല്ല. അതുകൊണ്ട് വാട്ട് ആർ യു സ്റ്റഡിയിങ് നൗ? ഐ ആം ഡൂയിങ് മൈ BA ഇംഗ്ലീഷ് എന്ന് പറയാം. ഐ എം ഡൂയിങ് മൈ എഞ്ചിനീയറിങ്. ഓക്കെ, അതൊക്കെ ശരിയാവും. ഇങ്ങനെ 5 കാര്യങ്ങൾ നമ്മൾ ചോദിച്ചു. ഇനി 6ാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ് കുടുംബത്തെപ്പറ്റി ചോദിക്കണം. വീട്ടിൽ ആരൊക്കെയുണ്ട്? അതെങ്ങനെ ചോദിക്കും? വളരെ എളുപ്പമായിട്ട് ചോദിക്കാം. വാട്ട് അബൌട്ട് യുവർ ഫാമിലി? എങ്ങനെ? വാട്ട് അബൌട്ട് യുവർ ഫാമിലി? വാട്ട് അബൌട്ട് യുവർ ഫാമിലി സർ? വാട്ട് അബൌട്ട് യുവർ ഫാമിലി ബേബി? ഹൗ മെനി മെമ്പേഴ്സ് ആർ ദെയർ ഇൻ യുവർ ഫാമിലി ബേബി? മോനെ വീട്ടിൽ എത്ര പേരുണ്ടോ പൊന്നു? ഹൗ മെനി മെമ്പേഴ്സ് ആർ ദെയർ ഇൻ യുവർ ഫാമിലി? How many members are there in your family? What about your family, sir? അത് ഏറ്റവും ഭംഗിയുള്ള ചോദ്യമാണ്. വാട്ട് അബൌട്ട് യുവർ ഫാമിലി? വാട്ട് അബൌട്ട് നമുക്ക് എവിടെയും ചേർക്കാം. വാട്ട് അബൌട്ട് യുവർ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ? വാട്ട് അബൌട്ട് യുവർ ഒക്യുപ്പേഷൻ? വാട്ട് അബൌട്ട് യുവർ ഏജ്? വാട്ട് അബൌട്ട് യുവർ ഹോം ടൗൺ? വാട്ട് അബൌട്ട് യുവർ നെയിം സർ? ഇങ്ങനെ എല്ലാത്തിനും നമുക്ക് ഈ വാട്ട് അബൌട്ട് ചേർക്കാം. അണ്ടർസ്റ്റാൻഡ്? ഓക്കെ. അടുത്ത ചോദ്യമാണ് നമുക്ക് ചോദിക്കേണ്ട ഇഷ്ടമുള്ള ചോദ്യമാണ് എന്തൊക്കെയാണ് ഇഷ്ടമുള്ളത് ഈ മനുഷ്യന്? അതൊന്ന് ചോദിച്ചു കളയാം. അപ്പോൾ അതെങ്ങനെ ചോദിക്കും? വാട്ട് തിങ്സ് ഡു യു ലൈക്ക്? വാട്ട് തിങ്സ് ഡു യു ലൈക്ക്? വാട്ട് തിങ്സ് ഡു യു ലൈക്ക്? വാട്ട് തിങ്സ് ഡു യു ലൈക്ക് സർ? അദ്ദേഹം പറയും ഐ ലൈക്ക് പപ്പായ, ഐ ലൈക്ക് ചിക്കൻ ബിരിയാണി, ഐ ലൈക്ക് മൈ ഫാമിലി വെരി മച്ച്, ഐ ലൈക്ക് മൈ ചൈൽഡ്, ഐ ലൈക്ക് മൈ ഡാർലിംഗ്, ഐ ലൈക്ക് മൈ വൈഫ്, I like my mother very much. I like my job. I like my country. I like my state. I love my hometown. എന്നൊക്കെ പറയും. അപ്പോൾ ചോദിക്കേണ്ട ചോദ്യം ഇതാണ്, വാട്ട് തിങ്സ് ഡു യു ലൈക്ക്? ഓക്കെ. അടുത്ത ചോദ്യം എന്തൊക്കെയാണ് ഇഷ്ടമില്ലാത്തത്? അതെങ്ങനെ ചോദിക്കും? വാട്ട് തിങ്സ് ഡോണ്ട് യു ലൈക്ക് സർ? വാട്ട് തിങ്സ് ഡോണ്ട് യു? ഡു നോട്ട്, ഡോണ്ട്. വാട്ട് തിങ്സ് ഡോണ്ട് യു ലൈക്ക്? അപ്പോൾ അദ്ദേഹം പറയും ഐ ഡോണ്ട് ലൈക്ക് സ്മോക്കിംഗ്, ഐ ഡോണ്ട് ലൈക്ക് ഡ്രിങ്കിങ്, ആൻഡ് ഐ ഡോണ്ട് ലൈക്ക് ക്വാറലിംഗ് വിത്ത് പീപ്പിൾ, ഐ ഡോണ്ട് ലൈക്ക് ഫൈറ്റ് വിത്ത് അതേഴ്സ്. യുനോ, എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം. ഐ ഡോണ്ട് ലൈക്ക് ടു ഫൈറ്റ്, ഐ ഡോണ്ട് ലൈക്ക് ക്വാറലിംഗ് വിത്ത് അതേഴ്സ്, ഐ ഡോണ്ട് ലൈക്ക് ഡ്രിങ്കിങ്, ഐ ഡോണ്ട് ലൈക്ക് സ്മോക്കിംഗ്. ഇതൊക്കെ നമുക്ക് പറയാം. ഓൾ റൈറ്റ്. ഓക്കെ. വാട്ട് തിങ്സ് ഡോണ്ട് യു ലൈക്ക്? അടുത്ത ചോദ്യമാണ് ഹോബി. വാട്ട്സ് യുവർ ഹോബി എന്ന് ചോദിക്കാം. വാട്ട് അബൌട്ട് യുവർ ഹോബി എന്ന് ചോദിക്കാം. വാട്ട് ആർ യുവർ ഹോബീസ്? ഇപ്പം എണ്ണം കൂടുതലുണ്ടെങ്കിൽ ഈസ് പറ്റില്ല, 6 വേണം. അപ്പോൾ എന്തായി? വാട്ട് ആർ യുവർ ഹോബീസ് എന്ന് ചോദിക്കാം. വാട്ട്സ് യുവർ ഹോബി? വാട്ട് ആർ യുവർ ഹോബീസ്? വാട്ട് അബൌട്ട് യുവർ ഹോബി? ഇതൊക്കെ ചോദിക്കാം. മൈ ഹോബി ഈസ് വാച്ചിങ് TV, മൈ ഹോബി ഈസ് ലിസണിങ് മ്യൂസിക്, ഐ ലവ് ദാസേട്ടൻ സോങ്സ്, ഐ ലൈക്ക് ദാറ്റ്, ഐ ലൈക്ക് ചിത്ര ചേച്ചി സോങ്സ് വെരി മച്ച്. ഇതൊക്കെ നമുക്ക് പറയാം. വാട്ട്സ് യുവർ ഹോബി? മൈ ഹോബി ഈസ് പെയിൻറ്റിങ്. എനിത്തിങ് യു ക്യാൻ ഡു. ആൻഡ് 10ാമത്തെ ചോദ്യമാണ് എന്താണ് സ്വപ്നങ്ങൾ താങ്കളുടെ? എന്താണ് താങ്കൾ ഈ ജീവിതം കൊണ്ട് നേടാൻ ആഗ്രഹിക്കുന്നത്? അതെങ്ങനെ ചോദിക്കും?
വാട്ട്സ് യുവർ അംബിഷൻ? വാട്ട്സ് യുവർ അംബിഷൻ? AMBITION. അംബിഷൻ. വാട്ട്സ് യുവർ അംബിഷൻസ്? സോറി എന്നാൽ തിരിച്ചു ചോദിക്കുക, മനസ്സിലായില്ല എന്നുള്ളത് തിരിച്ചു ചോദിച്ചാൽ അപ്പോൾ എന്ത് ചെയ്യും? വാട്ട്സ് യുവർ അംബിഷൻ എന്ന് ചോദിച്ചാൽ ഉടനെ സോറി എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഐ മീൻ വാട്ട് ഡു യു വാണ്ട് ടു അച്ചീവ് ഇൻ യുവർ ലൈഫ് സർ? വാട്ട് ഡു യു വാണ്ട് ടു ഗെയിൻ ഇൻ യുവർ ലൈഫ്? വാട്ട് ഡു യു വാണ്ട് ടു ബിക്കം സർ? ഇതൊക്കെ നമുക്ക് ചോദിക്കാം. വാട്ട് ഡു യു വാണ്ട് ടു ബിക്കം? വാട്ട് ഡു യു വാണ്ട് ടു ഗെയിൻ? വാട്ട് ഡു യു വാണ്ട് ടു അച്ചീവ് ഇൻ യുവർ ലൈഫ്? വാട്ട്സ് യുവർ അംബിഷൻ? ഇത്രയും 10 കാര്യങ്ങളാണ് ചോദിക്കേണ്ടത്. ഇനി ഇതിനെങ്ങനെ മറുപടി പറയും? നമ്മളോടൊരാൾ ചോദിച്ചാൽ എങ്ങനെ മറുപടി പറയും? അതിൻ്റെ ഉത്തരങ്ങൾ അടുത്ത ക്ലാസ്സിൽ. താങ്ക്സ്.